ലെങ്ത് കൂടുതലായതുകൊണ്ട് ഷോർട്ടായിട്ട് 2 കട്ടായിട്ടാണ് ഇട്ടത്. ഇടിയപ്പവും ചിക്കൻ കറിയും കഴിച്ച് രാവിലെ തന്നെ ഞങ്ങൾ പോകാനുള്ള തിരക്കിലാണ്. അങ്ങനെ മക്കളുമാരുടെ മുടിയൊക്കെ കെട്ടി ഞാനൊന്ന് പോയി കാലൊക്കെ ഒന്ന് കഴുകി. എനിക്ക് എവിടെ പോയാലും ഇങ്ങനെ ഒരു അസുഖമുണ്ട്, എനിക്ക് കാല് നനയ്ക്കാതെ എനിക്ക് പോയാൽ എനിക്ക് ആ യാത്ര എനിക്ക് വലിയ സുഖകരമാകും. ഇക്കാണെങ്കിൽ നല്ല കലിപ്പിലാണ് ഗൈസ്. രാവിലെ തൊട്ടേ പെട്ടെന്ന് വേണം, രാവിലെ കാലാവസ്ഥ മോശമായതുകൊണ്ട് പെട്ടെന്ന് വേഗോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരുപാട് ലേറ്റായിരുന്നു ഞങ്ങൾ ഇറങ്ങിയത്. അത് കാരണം ഇപ്പം നല്ല ദേഷ്യത്തിലായിരുന്നു, മഴ പിടിച്ച് നിന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ പോയി. ഞാൻ വലിയ ഇത് കൊടുത്തില്ല, ഫോഴ്സ് കൊടുത്തില്ല. ഇല്ലെങ്കിൽ എനിക്ക് നല്ല തെറുപ്പ് കിട്ടുമെന്ന് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഇറങ്ങാൻ പോയില്ല. കൂടെ ഞാൻ ആകാശം നോക്കാറുണ്ട്. എന്തായാലും വെയിൽ കാണുന്നുണ്ട് ഗൈസ്, വെയിൽ നല്ല ചൂടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ വീട്ടിലോട്ട് പോകാനായിട്ട് ചൂസ് ചെയ്ത വഴി എന്ന് പറയുന്നത് നമ്മൾ പയ്യക്കോട് തിരിഞ്ഞ് പയ്യക്കോട് റൂട്ടാണ് പോകുന്നത് കേട്ടോ. ആ വഴി തന്നെ അത്യാവശ്യം നല്ല, അതാണെങ്കിൽ ഈ കാണുന്ന വളവില്ലയോ, ഈ വളവിൽ നമ്മൾ ഹോണടിച്ച് കയറില്ലെങ്കിൽ പാല് വളർത്തി കിട്ടും. കണ്ടോ അടിപൊളി, താണ്ടേ നല്ലൊരു ഇറക്കവും നല്ലൊരു വളവുമാണ് കേട്ടോ. നമ്മൾ സൂക്ഷിച്ച് പോലെ പണി കിട്ടും. ഇതിലെ കൂടെ പോകുന്നത് നല്ലൊരു വൈബാണ് കേട്ടോ. അത്യാവശ്യം നല്ല കാഴ്ചകളും ഒക്കെ ഉണ്ട്, അടിപൊളി വൈബാണിത്. ഇതിൽ നല്ല മലകളും പുഴകളും ഒക്കെ കണ്ട് നമുക്ക് ഇതിലേക്ക് കൂടി ഇങ്ങനെ അടിപൊളി നല്ലൊരു കണ്ണിനൊക്കെ എന്ന് നമുക്ക് പ്രകൃതി രമണീയമായ കാഴ്ച. നമ്മുടെ മനസ്സൊക്കെ കണ്ട അപ്പം നമ്മൾ ഇതുവഴിയൊക്കെ വരുമായിരുന്നു. നമ്മൾ കലവൊക്കെ നേരെ നമുക്ക് ഇതിലെ കൂടെ കണ്ട് എൻ്റെ മുന്നിലേക്ക് അതിലെ കൂടെ റൂട്ട് ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലെ കൂടെ വരുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തുള്ള സ്ഥലങ്ങളിലൂടെ യാത്രയൊക്കെ ചെയ്യാൻ. അപ്പോഴത്തേക്ക് പണ്ട് ഞാൻ 7ാം ക്ലാസ് പഠിക്കുന്ന ടൈമിൽ ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ അപ്പച്ചി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പച്ചീനെ കെട്ടിക്കണമെങ്കിൽ എനിക്ക് ഇവിടെ എവിടെയെങ്കിലും ഉള്ള നല്ലൊരു പയ്യനെ കൊണ്ട് കെട്ടിക്കണമെങ്കിൽ ദുശീലങ്ങളൊന്നും വേണ്ടത്. പക്ഷെ പടച്ചോൻ ഇത് അവിടെ പടച്ചോൻ്റെ കിതാബിൽ എഴുതി വെച്ച് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അങ്ങനെയാണ് ഈ ഇരിക്കുന്ന ആളെനിക്ക് കിട്ടുന്നത്. ഫൈനലി നമ്മൾ അടുത്തുള്ള പാലം എത്തിയിട്ടുണ്ട് ഗൈസ്. അതിലെ കൂടെ ഒഴുകുന്ന ആറാണിത്. ഈ കാണുന്നിടത്ത് പണ്ടാണെങ്കിൽ നല്ലൊരു കുന്നായിരുന്നു. ഇപ്പോൾ അത് കുറേ മണ്ണൊക്കെ എടുത്തിട്ട് ആ കുന്നൊക്കെ ഇടിച്ച് ഒരുവിധ ലെവലായി. ഇതാണ് അടുത്തുള്ള പാലം, അടുത്തുള്ള ബ്രിഡ്ജാണ്. നല്ല പ്ലേസ് കേട്ടോ. രണ്ടെണ്ണം ഫുൾ വൈകിലാണ്. ഹലോ ഗായ്സ്, നമ്മൾ വയലിലേക്ക് എത്തി ഗായ്സ്. വയലിലാണ് സ്ഥലം ഒന്നും ഇത് നമ്മളെ വൈലിക്കട. അങ്ങനെ പിന്നെ 2 താറാവ് ചേട്ടന്മാർക്ക് വഴിയും നൽകി ഞങ്ങളിങ്ങനെ ഫൈനലി നമ്മൾ ഷിമാറ്റിലെത്തി. ഷിമാറ്റിൽ നിന്ന് എന്തായാലും ഒരു തുരങ്കം ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടതാണ്. നമ്മൾ ആ തുരങ്കത്തിൽ കൂടെ പെല്ല് ഹോണൊക്കെ അടിച്ച് നമ്മൾ അങ്ങനെ ഇറങ്ങി അപ്പുറത്തെത്തി ഗൈസ്. ഇനി നമ്മൾ നേരെ വീടെത്തിയിട്ടുണ്ട്. കട്ടിങ് ഉള്ളതിനാൽ ഞങ്ങൾ നൈസിന് ഇറങ്ങി. ഞങ്ങൾ പതിയെ ഇങ്ങനെ നമ്മൾ സേഫ്റ്റിക്ക് നടന്നിങ്ങി പോരുന്നു. ഇവിടെ ആണെങ്കിൽ ഉമ്മ കഥയൊക്കെ അടച്ചിട്ടേക്കുവാണ്. ഇനി നമ്മൾ തള്ളി തുറന്ന് വീട്ടിനകത്തേക്ക് എത്തിയപ്പോൾ കാണാം ഉമ്മ പകുതി ജോലിയും ഒതുക്കി. എന്നാലും നമ്മൾ ഹെൽപ്പ് ചെയ്യണമല്ലോ, അപ്പം പാവം. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യാൻ കിച്ചൺ. അങ്ങനെ ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറി വന്നു. ഞാനും അടുക്കളയിൽ കയറി. അങ്ങനെ പള്ളിയിൽ ജുമ കൂടാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. സലാമും പറഞ്ഞ് ഇറങ്ങി. ബാക്കിൽ ആരോ ഇരിക്കുന്നു, ഫ്രണ്ട് നോക്കി കയറി പോകാം. അങ്ങനെ പിന്നെ നമ്മൾ പായസം റെഡിയാക്കി നേരെ പറമ്പിലേക്ക് ഉള്ളത് ഇല വെട്ടാനായിട്ട് പോയേക്കാണ്. അങ്ങനെ നമ്മൾ വെട്ടി ഇലയൊക്കെ എടുത്തുണ്ടെങ്കിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി. അപ്പം ഒരാളവിടെ പിണങ്ങി കയ്യിൽ സാധനമൊക്കെ വലിച്ചിറങ്ങി വയലുണ്ടാവുന്നുണ്ട്. ഞാൻ അനങ്ങാൻ പോയില്ല. അപ്പം കാണാമേലെ എടുക്കുന്നത് കുറേ ചർച്ച നടക്കുന്നു. നമ്മൾ ആ ചർച്ച ആ വഴിക്ക് വിട്ടിട്ട് നമ്മൾ വീണ്ടും കഴുകിയ ഇലയായിട്ട് നമ്മൾ വീണ്ടും അകത്തേക്ക് പോയി റെസ്റ്റ് എടുത്തു. അവിടെ പോയി ഇരിക്കുന്ന ടൈമിൽ ഉമ്മ 2 പഴമായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ 2 പഴം വെച്ച് തന്നു. ഞാനെന്തോ ഇതായും തമ്മീസായും കൂടി ഇരുന്ന് കഴിച്ചു. എങ്ങനെ ഉണ്ടോ ഇപ്പോൾ പഴം? അങ്ങനെ ഞങ്ങൾ പഴമൊക്കെ കഴിച്ചിരുന്നത്. അപ്പം കാണാൻ ചുമ്മാ കഴിഞ്ഞു. ഇക്ക വീട്ടിലെത്തി.